എന്തിനോ വേണ്ടി തുള്ളി കളിക്കുന്ന ബലൂണ് ഒരു കാര്യമില്ലാതെ മനുഷ്യരുടെ പണിയെടുപ്പിക്കാണ്. എന്തിന്? അതാ ഞാനിത് കെട്ടുമ്പോ മുതൽ ചോദിച്ചോണ്ടിരിക്കുന്നേ. അതെ, ഇത് കെട്ടുന്നുണ്ടോ? എനിക്ക് അടുക്കളയിൽ വേറെ പണിയുള്ളതോ? അത് ശരി. അപ്പൊ എനിക്ക് ഒരു പണിയില്ലാതെ ഇവിടെ വന്ന് നിൽക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നേ. 100-500 രൂപയുടെ ഓട്ടോ മിസ്സാക്കിയിട്ട് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നേ. ഓട്ടോ ഇവിടത്തെ അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ശരി. അന്ന് വന്ന് ഞാഞ്ഞൂലിനും പത്തി വെച്ച് തുടങ്ങിയ. ഞാഞ്ഞൂലിനും സീൽക്കാരമോ ഞാനെന്ന അഹംഭാവമോ. അല്ല പൊന്നെ. എന്ത്? അല്ല പൊന്നി, ഈ രാഘവ സാറിന്റെ അസുഖം മാറുന്നവരെ ശിവനാശാൻ വിഷ്ണുവാശാനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണമെന്നാണോ ഡോക്ടർ പറഞ്ഞേ? അല്ല, എന്നാൽ ഇത് മാറില്ലെന്നാണോ പറഞ്ഞിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അതെ, ഇനി ഒറ്റയ്ക്കങ്ങ് കെട്ടിയാ മതി. രാഘവൻ സാറിന് വെള്ളം ചൂടാക്കി വെക്കണോന്ന് പറഞ്ഞാ പോയിരിക്കുന്നെ. വരുമ്പോ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിലേ അതിനായിരിക്കും വഴക്ക്. മനസ്സിലായോ? അത് ശരി, അങ്ങനെ വരട്ടെ. അപ്പൊ ആളിവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ 100 അഭിപ്രായം കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേനെ. അല്ല, അവരിയ്ക്കുന്നിടത്ത് ലേറ്റ് വേണം, അവര് നടക്കുന്നിടത്ത് ലേറ്റ് വേണം. മിക്കവാറും നാളെ ഇവിടെ നിന്ന് എല്ലാവരും ഓടും. അതേ നടക്കൂ. അല്ല പൊന്നെ, അല്ല പൊന്നെ, ഇതപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണോ പറയുന്നേ? ആ ചെയ്. എനിക്ക് അടുക്കള പണിയുണ്ട്. എന്റെ അമ്മോ, മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ തന്നെ. അല്ല, ഞാൻ പിന്നെയും ചോദിക്കുക, ഇതൊക്കെ എന്തിന്? എന്നെ ഏൽപ്പിച്ച പണി ഞാൻ അങ്ങോട്ട് ചെയ്യാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാനേ. ഇതിപ്പോ ആരാണാവോ? ആ ഹലോ, ആ കമലിനാണ്. നീയാ? പറടാ, കാര്യം പറ. അയ്യോ, എവിടെ വെച്ച്? സോഷ്യൽ മീഡിയയിലൊക്കെ വന്നെന്നോ? എടാ നീയാ വീഡിയോ ഒന്ന് അയച്ചേ. പിള്ളേ, രാഘവേട്ട് പുറത്തേക്ക് പോയത് പിള്ള കണ്ടില്ലേ? ഞാനിവിടെ രാഘവൻ സാർ സംസാരിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ കടയിലേക്ക് പോയത്? എന്നിട്ടിപ്പോ എവിടെ പോയെന്നാ പറയുന്നേ? എങ്ങോട്ടൊക്കെ പോയി കണ്ട ഓട്ടോക്കാരുടെ ഒക്കെ തല്ലുകൊണ്ടെന്നാ പറയുന്നത്. അയ്യോ, ആ ഉപേന്ദ്രനൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന്. ഒന്ന് കാണിച്ചു കൊടുക്കടാ. വായി നോക്കൊണ്ട് നിൽക്കുന്നു. അയ്യോ, ഇതപ്പോ വിഷ്ണുവശൻ അന്വേഷിച്ച് പോയതാ. പക്ഷെ ഓട്ടോക്കാരൻ കൊടുക്കാൻ കാശില്ലായിരുന്നു. അതാ കുഴപ്പം സംഭവിച്ചെന്ന് പറയുന്നേ. ഈശ്വര, ഇനി ഏതവസ്ഥയിലാ വന്നു കയറുന്നതെന്ന് അറിയില്ലല്ലോ. വീഴ്ച നിൽക്കാതെ ഒന്ന് പോയി തിരക്ക് പിള്ളേ. പൊന്നി, ഇതൊന്ന് പിടിച്ചേ. ഈശ്വര, ഇതിനി എവിടെ പോയതാ? എന്താണ് ഇതൊക്കെ? സത്യമേ, ഇത് രാഘവൻ സാർ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തോ. എങ്ങനെയുണ്ട്? അസുഖമുള്ള ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് തുള്ളുവാണോ? അഴിച്ചു മാറ്റേടല്ല. ശാലിനി വന്ന് കണ്ട ഇനി അത് മതി. ഇടം വീഴ്ച നിൽക്കാതെ അഴിച്ചു മാറ്റാൻ. മാറ്റാ സത്യമേ. പൊന്നി, എന്റെ ഫോണിങ് എടുത്തേ, ഞാൻ ശാലിനി ഒന്ന് വിളിക്കട്ടെ. ഞാൻ ശ്രുതി പത്മനാഭൻ. അതിലെ പത്മനാഭൻ ഞാനാണ്.
എന്തായി? വീടിന്റെ മുക്കും മൂലയും ഒക്കെ പരിശോധിച്ചല്ലോ, എന്നിട്ട് എന്താ ഒന്നും കിട്ടിയില്ലേ? ആ വാട്ടർ ടാങ്കിൽ നോക്കിയായിരുന്നോ? അല്ല, ചില സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ, ചിലപ്പോ ഞാൻ എന്റെ മോളെ അതിന്റെ അടിയിൽ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ. ക്രൂരനായ അച്ഛനല്ലേ, ചിലപ്പോ അതും ചെയ്യും. എന്താണ് കളക്ടറെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മകളെ ഞാൻ എന്റെ ഈ വീട്ടിൽ തന്നെ ഒളിപ്പിക്കുന്നു ഈ IAS ബുദ്ധിയിൽ തോന്നിയല്ലോ. കഷ്ടം. 5-ാം വയസ്സിൽ കച്ചവടത്തിനിറങ്ങിയവന്റെ ബുദ്ധിയുടെ അളവ് പരിശോധിക്കുമ്പോ കുറച്ച് അനുഭവ സമ്പത്തിന്റെയും കുറച്ചോണം കൂടുതലുണ്ടതിന്റെയും ഗുണം കാണിക്കും. അത് പ്രകൃതിയുടെ വരദാനമായിട്ട് കിട്ടുന്ന കാര്യമാണ്. അത് കാണാപ്പാഠം പഠിച്ച് പരീക്ഷ പാസ്സാകുന്ന റെഡിമെയ്ഡ് പുസ്തക പുഴുക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ജയിച്ചോ, പക്ഷെ ഒന്നോർക്കണം, എന്നെ കരുവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ച കളിക്കുന്നത്. ഇതാ കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. എന്റെ മോളല്ലേ, അത് ഞാൻ അങ്ങ് സഹിച്ചു. അപ്പൊ പിന്നെ മറ്റൊന്നും പറയാനില്ലല്ലോ. എന്നാ പിന്നെ എവനെയും വിളിച്ചോണ്ട് അങ്ങ് പോവാൻ നോക്ക്. ഇതിവിടം കൊണ്ട് തീർന്നു എന്ന് കരുതണ്ട. ആ കുട്ടി എവിടെയാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും.